ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓഫ് മീ വേൾഡ്. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം, വേറെ ഒന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊരു സ്ഥലം വരെ പോവാണ്. അതായത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലോട്ട്, ഞങ്ങളുടെ സ്വന്തം നാടായ ചൂരൽമലയിലോട്ട് ഞങ്ങൾ പോവാണ് കുറേ നാളുകൾക്ക് ശേഷം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്രശ്നങ്ങൾ കാരണം അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു സങ്കടമൊക്കെയാണ് കേട്ടോ. കാരണം ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മളവിടെ ചെറുപ്പം മുതൽ, കുട്ടിക്കാലം മുതൽ അവിടെ ഓടി നടന്ന് കളിച്ച് ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദുർബല നിമിഷത്തിൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഏതായാലും ഇത് എൻ്റെ മാമൻ്റെ വീടാണ്. നമ്മളവിടെ എത്തി. ഇതെൻ്റെ അമ്മമ്മയാണ്, ഞങ്ങളിന്ന് ഏറ്റവും മിസ് ചെയ്യുന്ന എൻ്റെ അമ്മമ്മ. ഇതെൻ്റെ അമ്മയുടെ അച്ഛനാണ്. കുറേ ആയി മരിച്ചിട്ട് കേട്ടോ, അസുഖമായിട്ട് മരിച്ചൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി, കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ചൂരൽമലയിൽ പോയി അങ്ങനെ അടിച്ചു പൊളിക്കാന്ന് വെച്ചാൽ സങ്കടങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മളതൊക്കെ ഒരു ദിവസം, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് സങ്കടങ്ങൾ വരും, സന്തോഷം വരും, അല്ലെങ്കിൽ പിന്നെ മനുഷ്യനാവില്ലല്ലോ. അപ്പം നമുക്ക് ഇമോഷൻസൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും എപ്പോഴും നമുക്ക് സങ്കടം തന്നെ പറ്റില്ലല്ലോ. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യണ്ടേ. അങ്ങനെ ഇവരൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കില്ല. അതൊക്കെ 2 അമ്മായിമാരാണ് എൻ്റെ. അവർ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ബിരിയാണി. എന്താവും എന്നറിയില്ല, നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അറിയാം. അപ്പോൾ ഇവരെന്നെ കുറേ ഹെൽപ്പൊക്കെ ചെയ്യാൻ വിളിച്ചു. ഞാൻ പോയില്ല കേട്ടോ, കാരണം നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കണ്ടേ, അതുകൊണ്ട് പോയില്ല. ഇതെൻ്റെ മാമൻ്റെ മോനെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ ചിക്കൻ പൊരിച്ചത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കനൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഓരോ പണിയിലായിരുന്നു. ഇവൻ എന്തൊക്കെയോ വാഴയൊക്കെ വെട്ടി നടക്കാം, വാഴയായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ സൈക്കിളൊക്കെ ഓടിക്കാൻ പോയി. അവരവിടെ കുക്കിംഗ് ഒക്കെ ആയി അല്ലേ, അപ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഒരു റിസോർട്ട് പോയി. ഇവിടെ എന്താ പേര്, രത്തൻ ഹിൽസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. ഞങ്ങൾക്ക് അറിയുന്നൊരു ചേട്ടൻ്റെയാണ്. അപ്പോൾ ഞങ്ങളവിടെ ഗസ്റ്റൊന്നുമില്ല, അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോകാമെന്ന് പറഞ്ഞ്, ചേട്ടൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇവിടെ ഇത്രയും കാലം നിന്നപ്പോൾ എനിക്ക് ഇവിടെ ഇത്രയും ഭംഗിയാണെന്ന് തോന്നിയില്ല. പക്ഷെ ഇവിടെ വിട്ട് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് അറിയുന്നത്. അത് നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് സ്വന്തം നാട് ഭംഗിയുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. അങ്ങനെ ഓരോ സമയം ഭംഗി തോന്നുന്നുണ്ട്, ഓരോ സമയം ഇനി നമുക്ക് അവിടെ നമ്മുടെ സ്ഥലം ഇല്ലല്ലോ എന്നോർത്തുള്ള സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തറവാട് എന്ന് പറയാനോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം നമുക്ക് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി സ്വന്തം കളിച്ച് കിടന്ന നാടില്ല. ആ നാട് പഴയ അവസ്ഥയിൽ ഇനി ആവില്ല എന്ന് പറയാം. ഇനി ഇങ്ങോട്ടൊരിക്കലും നമുക്ക് വരാനും കഴിയില്ല എന്നറിയാം. അതൊക്കെ ഓർത്ത് ഭയങ്കര സങ്കടമുണ്ട്. എന്നാൽ പോലും നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് ഒരു ദിവസം കൂടാമെന്ന് വെച്ച് വന്നാൽ, മാമൻ്റെ വീട് വേറെ ഭാഗത്തായതുകൊണ്ട് തന്നെ അവിടേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരായാലും ഇപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല കേട്ടോ, കാരണം ആർക്കായാലും അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ ഇല്ല കേട്ടോ. ഇതെൻ്റെ ഏട്ടനാണ്. ഏട്ടന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഹായൊക്കെ പറയാൻ പറഞ്ഞു. ഇവർ പിന്നെ എപ്പോഴും അടിയാണ്, കണ്ടു കഴിഞ്ഞാൽ ഫുള്ളും തല്ലൊക്കെ ആയിട്ട്. അവരെ പാടി നിന്നോട്ടല്ലേ. അങ്ങനെ ഇത് ഒരു വട്ടി കേസാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ ഓരോ കോപ്രായങ്ങളൊക്കെ കെട്ടി വരും. നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങി. ബിരിയാണി അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് വെച്ചു. ബിരിയാണി കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നീ വീഡിയോയിൽ പറയുമ്പോൾ നല്ലതാണെന്ന് പറയണമെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കൊണ്ടല്ല, അവരെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, നമ്മൾ താഴ്ത്താൻ പാടില്ലല്ലോ. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഫസ്റ്റ് ആയിട്ട് വയ്ക്കല്ലേ, അപ്പോൾ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മാമൻ്റെ സ്ഥലത്ത് ഒക്കെ ഉണങ്ങി പോയിക്കുക. കാരണം നോക്കാൻ തന്നെ ആളില്ലാത്തതുകൊണ്ട് എല്ലാം ചാമ്പയ്ക്ക ആയാലും 1 2 അതിലുള്ളൂ. അത് കുറച്ച് ഞങ്ങൾ പറിച്ച് കഴിച്ചൊക്കെ ചെയ്തു. ഒന്നുമില്ല അവിടെ, ആരും നോക്കാനൊന്നുമില്ലല്ലോ. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പോവാനുള്ള പുറപ്പാടിലാണ്. കാരണം സമയമായി എല്ലാവർക്കും. ഇനി സൺഡേ ആണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മൺഡേ ഇനി ക്ലാസ്സും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റിട്ടേൺ പോവാണ്. പോകുമ്പോൾ ഒരു സങ്കടം, നമ്മുടെ സ്ഥലമായിരുന്നില്ലേ, റിട്ടേൺ പോവല്ലേ. അപ്പോൾ ഇവർ ഫുള്ള് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും വീഡിയോസ് ഇടാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.